വർക്ക് ഈസിക്കൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, ആണല്ലോ. പവർ ഈസിക്കൽ ടു എന്താ? പവർ ഈസിക്കൽ ടു വർക്ക് ബൈ ടൈം ആണ്, ആണോ? ആണല്ലോ. അപ്പോൾ ഇത് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം, ഇക്വേഷൻ 2 എന്ന് കൊടുക്കാം. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 1 in 2, സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 1 in 2. അങ്ങനെ ചെയ്താൽ എന്താ സംഭവിക്കുക? പി ഈസിക്കൽ എന്തെന്ന് കിട്ടും? എഫ് ഇൻറ്റു എസ് ഡിവൈഡഡ് ബൈ എന്താ? ടൈം എന്ന് കിട്ടും. ഈ എസ് ബൈ ടി എന്ന് പറഞ്ഞാൽ എന്താ? എസ് ബൈ ടി എന്ന് പറഞ്ഞാൽ എന്താ? എസ് ബൈ ടി എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്നർത്ഥം. ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ എന്താ? വെലോസിറ്റി അല്ലേ, ആണോ? അങ്ങനെയാണ് എസ് ബൈ ടി ഇതേണ്ട. ഇതിനെ നമുക്ക് ഇങ്ങനെ ഒരു ഇതിട്ടിട്ട് നമുക്ക് എന്തെന്ന് എഴുതാം? വി എന്ന് എഴുതാം. അപ്പോൾ പി ഈസിക്കൽ എന്താ? എഫ് ഇൻറ്റു വി. ദിസ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പവർ ആൻഡ് വെലോസിറ്റി. ഞാൻ പവറിൻ്റെ യൂണിറ്റ് ഒക്കെ തന്നായിരുന്നു, ഇല്ലല്ലോ? ഓക്കെ. അടുത്തത് യൂണിറ്റ്സ് ഓഫ് പവർ എന്നൊരു ഹെഡിങ് കൊടുക്കുക. യൂണിറ്റ്സ് ഓഫ് പവർ എന്നൊരു ഹെഡിങ് കൊടുക്കുക. യൂണിറ്റ്സ് ഓഫ് പവർ. യൂണിറ്റ്സ് ഓഫ് പവർ എന്ന ഹെഡിങ് കൊടുക്കുമ്പോൾ നമുക്ക് എസ് ഐ യൂണിറ്റ് ഓഫ് ഒരു ഡോട്ട് ഇട്ട് എഴുതുക. എസ് ഐ യൂണിറ്റ് ഓഫ് പവർ, എസ് ഐ യൂണിറ്റ് ഓഫ് പവർ എന്ന് പറയുന്നത് ഈസ് വാട്ടാണ്. ബ്രാക്കറ്റിൽ ക്യാപിറ്റൽ W എന്ന് കൊടുക്കാം. ഇനി ഡിഫൈൻ, അടുത്ത ഡിഫൈൻ 1 വാട്ട്. ഡിഫൈൻ 1 വാട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെഴുതും? എൻ്റെ താഴോട്ട് തന്നെ ഇങ്ങനെ എഴുതാം. ഇഫ് 1 joule ഓഫ് വർക്ക് ഈസ് ഡൺ in 1 second, the power spent is said to be 1 watt. അതായത് 1 വാട്ട് ഈസ് ഈക്വൽ ടു അടുത്ത ഡോട്ട് 1 ജൂൾ പെർ സെക്കൻഡ് എന്ന് വേണമെങ്കിൽ എഴുതാം. 1 ജൂൾ പെർ 1 സെക്കൻഡ്. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, ജൂൾ ജെ സെക്കൻഡ് റേസ്റ്റ് -1 എന്ന് വേണമെങ്കിൽ എഴുതാം. ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഈ സെക്കൻഡിനെ മുകളിൽ കൊണ്ടുപോകും, ഇപ്പോൾ സെക്കൻഡ് റേസ്റ്റ് -1 ആവും. ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഇനിയും ഇതിൻ്റെ താഴോട്ട് തന്നെ 1 മെഗാവാട്ട് എന്ന് പറയുന്നത് 10�6 വാട്ട് ആയിരിക്കും. അതേപോലെ തന്നെ 1 മില്ലി വാട്ട് എന്ന് പറയുന്നത് സ്മോൾ എം ആണ്, സ്മോൾ എം ക്യാപിറ്റൽ W, 10⁻³ വാട്ടാണ്. 1 മൈക്രോ വാട്ട്, മൈക്രോ എന്ന് പറയുമ്പോൾ യു പോലെ ഇങ്ങനെ ഇടുക, അതാണ് മൈക്രോ. അതായത് യു ഇതേണ്ടത് നോക്കിക്കോണം, ഈ യുവിൻ്റെ ഈ വള്ളി ഇച്ചിരി നീട്ടി എന്നിട്ട് തന്നെ ഇങ്ങനെ, ഇതാണ് മൈക്രോ, ഇങ്ങനെ എഴുതുന്നത്. മൈക്രോ വാട്ട് എന്ന് പറയുന്നത് എന്താണ്? മൈക്രോ വാട്ട് എന്ന് 10⁻6 വാട്ട് ആയിരിക്കും. ഓക്കെ, ഇത് ഇത്ര നോക്കി വെച്ചേക്കുക. അടുത്ത ഡോട്ട് ഇട്ട് എഴുതുക CGS യൂണിറ്റ് ഓഫ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റേത് ജൂൾ പെർ സെക്കൻഡ് ആണ്, ഇത് എന്തെന്ന് വരും? ഇത് ഇയർഗ് പെർ സെക്കൻഡ് എന്ന് വരും. ഓക്കെ, ഈസ് ഇയർഗ് പെർ സെക്കൻഡ്. അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, ഇയർഗ് സെക്കൻഡ് റേസ് ടു -1 എന്ന് എഴുതാം. ഇനിയും അതേപോലെ തന്നെ ഹോഴ്സ് പവർ എന്ന് പറയുന്ന ഇതും കൂടെ അതും കൂടി എഴുതിക്കും. ഹോഴ്സ് പവർ, ഒരു സെക്കൻഡ്, ഹോഴ്സ് പവർ എന്ന് എഴുതിക്കും. ഹോഴ്സ്
ഹോഴ്സ് പവർ എന്ന് കൂടെ എഴുതിക്കും. ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? പവറിൻ്റെ വേറൊരു യൂണിറ്റ് ആണ്. അത് ഈ എൻജിനീയറിംഗ് ഭാഗത്തൊക്കെ നമ്മളിപ്പം ഒരു ഉദാഹരണം പറയും, മോട്ടറിൻ്റെ പവർ നമ്മൾ ഹോഴ്സ് പവറിലാണ് പറയുന്നത്, വാട്ട്സിലല്ല പറയുന്നത്. 1 HP, 0.5 HP, അതേപോലെ തന്നെ 2 HP, ഇങ്ങനെയൊക്കെയാണ് മോട്ടറിൻ്റെ പവർ നമ്മൾ പറയുക. കിണറിൽ ഉപയോഗിക്കുന്ന മോട്ടറില്ലേ അത്. അതേപോലെ തന്നെ അങ്ങനെയുള്ള മെക്കാനിക്കൽ എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആൾക്കാരുടെയും എല്ലാ ഡിവൈസിൻ്റെയും പവർ നമ്മൾ HP-യിലാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഹോഴ്സ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് എഴുതുക 1 HP. 1 HP എന്ന് പറയുമ്പോൾ ക്യാപിറ്റലാണ്, 2 ക്യാപിറ്റലാണ്. HP എന്ന് പറയുന്നത് 746 വാട്ട്സ് ആയിരിക്കും. അടുത്ത ഡോട്ട് ഇട്ടിട്ട് റിലേഷൻ ബിറ്റ്വീൻ SI ആൻഡ് CGS യൂണിറ്റ് ഓഫ് പവർ. CGS യൂണിറ്റ് ഓഫ് പവർ ഈസ് ഇങ്ങനെ കൊടുക്കാം. 1 watt ഈസ് ഈക്വൽ ടു 1 joule second raised to minus 1 ഈസ് ഈക്വൽ ടു 10 raised to 7 erg second raised to minus 1. erg second raised to minus 1. ഡിഫറൻസ് ബിറ്റ്വീൻ വർക്ക് ആൻഡ് പവർ അത് എഴുതാനുള്ള സ്പേസ് വിട്ടിട്ട് നിങ്ങൾ തന്നെ എഴുതുക കേട്ടോ. ഡിഫറൻസ് അടുത്ത ഡോട്ട് ഇട്ടിട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ എന്താണ് വർക്ക് ആൻഡ് പവർ, അത് നിങ്ങൾ തന്നെ എഴുതുക. വർക്ക് ആൻഡ് പവർ ഞാൻ ടെക്സ്റ്റിനകത്ത് കിടപ്പുണ്ട്, അത് ഞാൻ വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം പെട്ടെന്ന് തന്നെ. ഡിഫറൻസ് ബിറ്റ്വീൻ വർക്ക് ആൻഡ് പവറിൻ്റെ എന്താണ് വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ഈസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. എന്താ വർക്ക് ഈസ് ഈക്വൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. പവർ എന്ന് പറഞ്ഞാൽ എന്താ? പവർ എന്ന് പറയുമ്പോൾ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്. രണ്ടിൻ്റെ ഡെഫിനിഷൻ എഴുതി കഴിഞ്ഞാൽ ഒരു ഡിഫറൻസ് ആയി. രണ്ടാമത്തേത് വർക്ക് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പവർ ഈസ് ഈക്വൽ വർക്ക് ബൈ ടൈം ആയതുകൊണ്ട് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. 2 SI യൂണിറ്റ് ഓഫ് വർക്ക് എന്ന് പറയുന്നത് ജൂളാണ്. SI യൂണിറ്റ് ഓഫ് പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടാണ്. ആ 3 ഡിഫറൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ എഴുതി പിടിപ്പിക്കാം. അതിനുള്ള സ്പേസ്, അതായത് ഒരു എന്താ പറയുക, 2 ആയിട്ട് എഴുതിയാൽ മതി. ഇങ്ങനെ ബോക്സ് ഇട്ട് 2 ആയിട്ട് എഴുതിയാൽ മതി. അതിനൊരു 5-6 ലൈൻ അങ്ങ് വിട്ടേക്ക്. എന്നിട്ട് അടുത്ത ടോപ്പിക്ക് എഴുതിക്കോളൂ. എനർജി. അടുത്ത ടോപ്പിക്ക് എഴുതാം, എനർജി. ശരിക്കും എനർജി എന്ന് പറഞ്ഞാലും വർക്ക് ഡൺ എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ് കേട്ടോ. കാരണം വർക്ക് എനർജി തിയറം നമ്മൾ ഇനി പഠിക്കാൻ പോവാണ്. ആ വർക്ക് എനർജി തിയറം അനുസരിച്ച് പറയുന്നത് നമ്മൾ ചെയ്യുന്ന വർക്ക് ഡൺ എപ്പോഴും എനർജി ആയിക്കൊണ്ടിരിക്കുകയാണ്. എനർജി പോകുവാണെങ്കിൽ അത് വർക്ക് ഡൺ ആയിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് തിരിച്ചും മറിച്ചുവാ. ഇവിടുന്ന് പോയത് അവിടെ കളക്ട് ആവും, അവിടുന്ന് പോയത് ഇവിടെ കളക്ട് ആവും. അങ്ങനെ മനസ്സിലായി? എപ്പോഴും നമ്മൾ ചെയ്യുന്ന വർക്ക് ഡൺ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. അതായത് ഞാനും നിങ്ങളും ഒക്കെ ഇപ്പോൾ ഇവിടെ ഇരുന്നാണ് ഈ ക്ലാസ്, ഞാൻ ഇരുന്ന് ക്ലാസ് എടുക്കുന്നു, നിങ്ങൾ ഇരുന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു. നമ്മളൊരു പൊസിഷനിൽ ഇരിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ഹൈ പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. അപ്പോൾ ആ പൊട്ടൻഷ്യൽ എനർജി ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ഇവിടുന്ന് എണ്ണിക്കാൻ. എണ്ണിക്കുമ്പോൾ ആ പൊട്ടൻഷ്യൽ എനർജി എണ്ണിക്കുന്നതിനൊരു വർക്ക് ചെയ്യണം. അപ്പോൾ ഈ പൊട്ടൻഷ്യൽ എനർജി മൊത്തം വർക്കായിട്ട് മാറും. എന്നിട്ട് ആ വർക്ക് ഉപയോഗിച്ചിട്ടാണ് വീണ്ടും നമ്മൾ നടക്കുമ്പോൾ ആ എനർജി വർക്ക് ഡൺ ഫുള്ള് കൈനറ്റിക് എനർജി ആയിട്ട് മാറും. വീണ്ടും നിങ്ങൾ വീട്ടിൽ ചെന്ന് നിങ്ങൾ എവിടെയും ഇരിക്കുകയാണ്. അപ്പോൾ അത്രയും നേരം നിങ്ങൾക്കുണ്ടായിരുന്ന കൈനറ്റിക് എനർജി വെച്ചിട്ട് ഒരു വർക്ക് ഡൺ ചെയ്താലേ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റത്തുള്ളൂ. ഇരിക്കുമ്പോൾ അത് വീണ്ടും എന്തായിട്ട് മാറും? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറും. അപ്പോൾ എപ്പോഴും വർക്ക് ഡണ്ണും എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് എനർജി നഷ്ടപ്പെട്ടു പോകുന്നില്ല, എപ്പോഴും കൺസേർവ്ഡ് ആയിരിക്കും. നമുക്ക് പഠിക്കാനുണ്ടോ? നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഹെഡിങ് എഴുതിക്കോ, എനർജി ബ്രാക്കറ്റിൽ എഴുതുക, എനർജി ആസ് വർക്ക് ഡൺ. എനർജി ആസ് വർക്ക് ഡൺ. എന്നിട്ട് താഴോട്ട് ഒരു ഡോട്ട് എഴുതുക. ദി എനർജി ഓഫ് എ ബോഡി ഈസ് ഇറ്റ്സ് കപ്പാസിറ്റി ടു ഡു വർക്ക്. ദ എനർജി
of a body is its capacity to do work. It is a scalar quantity. അടുത്ത ഡോട്ട് എഴുതുക. it is a scalar quantity. വർക്കും സ്കെയിലർ ആണ്, പവറും സ്കെയിലർ ആണ്, എനർജിയും സ്കെയിലർ ആണ്. ഓക്കെ ആണല്ലോ. ഇനിയും അടുത്ത ഒരു ഡോട്ട് ഇട്ടിട്ട് യൂണിറ്റ്സ് ഓഫ് എനർജി. SI യൂണിറ്റ് എന്നിട്ടിട്ട് ജൂൾ. SI യൂണിറ്റ് എന്നിട്ടിട്ട് ഹൈഫൻ ഇട്ടിട്ട് ജൂൾ. CGS യൂണിറ്റ് എന്ന് എഴുതിയിട്ട് ഒരു ഹൈഫൻ ഇട്ടിട്ട് എർഗ്. എന്നിട്ട് വേണം എഴുതിയേക്കണം 1 ജൂൾ എന്ന് പറയുന്നത് 10⁷ എർഗ് എന്നുള്ള കാര്യം ഒന്ന് എഴുതിയിട്ടേക്കണം. അടുത്ത ഡോട്ട് ഇട്ടിട്ട് കൊമേർഷ്യൽ യൂണിറ്റ് ഓഫ് എനർജി. കൊമേർഷ്യൽ യൂണിറ്റ് ഓഫ് എനർജി എന്ന് പറയുമ്പോൾ വാട്ട് അവർ, കിലോ വാട്ട് അവർ. നമ്മൾ കിലോ വാട്ട് അവറിലാണ് അത് എടുക്കുന്നത് കേട്ടോ. കിലോ വാട്ട് അവറും വാട്ട് അവറും. അപ്പം ഒന്ന് കിലോ വാട്ട് അവറാണ്, കിലോ വാട്ട് അവറിലാണ് എടുക്കുന്നത്. മറ്റേതും കൊമേർഷ്യൽ യൂണിറ്റ് എപ്പോഴും എന്ത് തന്നെയാണ്, കിലോ വാട്ട് അവറാണ്. പിന്നെ അതിൻ്റെ ചെറിയ യൂണിറ്റ് ആണ് വാട്ട് അവർ. കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞാൽ വാട്ട് അവർ, കിലോ വാട്ടും വ്യത്യാസമുള്ള പോലെ തന്നെ. പക്ഷെ നമ്മളെപ്പോഴും നമ്മൾ വൈദ്യുതി ബില്ല് അടയ്ക്കത്തില്ലേ, വൈദ്യുതി ബില്ല് അടയ്ക്കുന്നത് കിലോ വാട്ട് അവറിലാണ്. നമ്മളിപ്പം ഒരു യൂണിറ്റ് കറണ്ടിന് 6 രൂപ 7 രൂപ എന്നൊക്കെ പറഞ്ഞിടയ്ക്ക് KCB യൂണിറ്റിന് ഇത്ര രൂപ കൂട്ടി എന്ന് പറയും. ഒരു യൂണിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് 1 കിലോ വാട്ട് അവർ എനർജിക്കാണ്. ദിസ് ഈസ് കൺസിഡേർഡ് ആസ് 1 യൂണിറ്റ് ഇൻ കേസ് ഓഫ് എന്താ അക്കൗണ്ട്സ് റിലേറ്റഡ് ടു KCB. KCBയുടെ അക്കൗണ്ട് പ്രകാരം എന്താണ്, 1 കിലോ വാട്ട് അവർ വൈദ്യുതി യൂണിറ്റ് യൂസ് ചെയ്യുമ്പോഴാണ് അവിടെ 1 യൂണിറ്റ് കറണ്ട് യൂസ് ചെയ്തതെന്ന് പറയാം. ഓക്കെ, അപ്പം ഞാനത് ഒന്ന് എന്താണെന്ന് എഴുതാം, കിലോ വാട്ട് അവർ എന്ന് ആദ്യം എഴുതാം. കിലോ വാട്ട് അവർ ഹൈഫൻ ഇട്ടിട്ട് എഴുതാം. കിലോ വാട്ട് അവർ എന്താണെന്ന് എഴുതാം. ഇറ്റ് ഈസ് ദ എനർജി spent by a source of power 1 kilowatt in 1 hour. എന്ന് പറഞ്ഞാൽ എന്താ, 1 മണിക്കൂർ നേരത്തേക്ക് നിങ്ങൾ 1 കിലോ വാട്ട് പവർ വൈദ്യുതി. ഇപ്പം നമ്മൾ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയാം. ഇത് നിങ്ങൾക്ക് എഴുതാവുള്ളൂ, എല്ലാവരും ശ്രദ്ധിച്ചോണേ. നിങ്ങളുടെ വീട്ടിൽ 5 ബൾബുണ്ട്. 5 ബൾബ്. ഓക്കെ, 1 ബൾബിൻ്റെ 5 ബൾബിൻ്റെ പവർ എന്ന് പറയുന്നത് എത്രയായിരിക്കും അറിയാമോ? ഒരു 100 വാട്ട്സ് ആണെന്ന് വിചാരിച്ചു. 100 വാട്ട്സ്. അപ്പം 5 ബൾബിൻ്റെ പവർ 1 2 3 4 5 എന്ന് പറയുമ്പോൾ 100 വാട്ട്സ്. ഇപ്പം മൊത്തം എത്ര വാട്ട്സ് ആയി? 500 വാട്ട്സ് ആയി. ഓക്കെ, ഇനി ഈ 5 ബൾബും 2 ഫാനും നിങ്ങൾ പ്രവർത്തിക്കാൻ. ഒരു ഫാനിൻ്റെത് 250 വാട്ട്സ് ആണെന്ന് വിചാരിച്ചോ. ഇവിടെ 250 വാട്ട്സ്. അങ്ങനെ മൊത്തം ഇത് എത്രയായി? 500 വാട്ട്സ് ആയി. 250 വാട്ട്സും ഇല്ല കേട്ടോ, 130 വാട്ട്സ് ആ ഫാനിന്. പിന്നെ ബൾബൊക്കെ ആണെങ്കിലേ ഉള്ളൂ, മറ്റേ ബൾബ് അതായത് CFL ഒക്കെ ആണെങ്കിൽ 9 വാട്ട്സ് 14 വാട്ട്സ് അങ്ങനെയൊക്കെ ഉള്ളൂ, 100 ഒന്നുമില്ല. അതുകൊണ്ടാണ് CFL-ഉം ഇതിപ്പോൾ LED ന് ഇത് 9 വാട്ട്സാണ്. 9 വാട്ട്സ് പവർ. അത് നല്ല മറ്റേ ബൾബില്ലേ, നിങ്ങൾക്ക് അറിയാമോ, മറ്റൊരു മഞ്ഞ ലൈറ്റ് തരുന്ന ബൾബ്, ആർഗൺ ബൾബ്, ഹീലിയം ബൾബ് എന്ന് പറയും. അത് ഭയങ്കര പവറാണ്, വലിച്ചെടുക്കും, ഭയങ്കര ചൂടുമാവും. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി കറണ്ട് ചാർജ് ആവും. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ LEDs കണ്ടുപിടിച്ചത്. ഇപ്പം മറ്റേ CFL കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഇപ്പോൾ LED-യിലേക്ക് വന്നത്. LED വളരെ ചീപ്പായിട്ട് ഉള്ള ഒരു സാധനമാണ്, വളരെ ചീപ്പുമാണ്. അതേപോലെ തന്നെ കറണ്ട് ബില്ലും അത്രയും എന്ത് ചെയ്യത്തില്ല, വലിക്കത്തില്ല. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇപ്പം നിങ്ങളുടെ വീട്ടിൽ നോക്കിയേ, എത്ര വൈദ്യുതി ഇത്രയുണ്ട്. ഇത് ഇത്രയും, അതായത് 5 ബൾബും 2 ഫാനും പ്രവർത്തിക്കുകയാണെങ്കിൽ ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പവർ എത്ര? 1000 വാട്ട്സ് ആണ്. 1000 വാട്ട്സ് എന്ന് പറയുമ്പോൾ എന്താ, 1 കിലോ വാട്ടാണ്. ആണോ? ഇത് 1 ഹവറാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ, അതായത് ഇത്രയും ഡിവൈസസ്, അതായത് 5 ബൾബും 2 ഫാനും നിങ്ങൾ 1 മണിക്കൂർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ
1 കിലോവാട്ട് അവർ വൈദ്യുതി നിങ്ങൾ യൂസ് ചെയ്തു, അതായത് 1 യൂണിറ്റ് കറണ്ട് നിങ്ങൾ യൂസ് ചെയ്തു. 1 യൂണിറ്റിന് നിങ്ങൾക്ക് അടയ്ക്കേണ്ട ബില്ല് 6 രൂപയാണ്. പിന്നെ അവിടെ ഒരു അവരുടെ സർചാർജ്, ഫിക്സഡ് ചാർജ്, അങ്ങനെ കുറേ മീറ്റർ ചാർജ്, അങ്ങനെ കുറേ സാധനമുണ്ട്. അതെല്ലാം കൂടെ കൂട്ടിയാണ് നിങ്ങൾക്ക് കറണ്ട് ബില്ല് വരുന്നത്. നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ ഒരു മാസം 300 യൂണിറ്റ് കറണ്ട് ആയിരിക്കും. അപ്പം 300 ഇൻറ്റു 6 രൂപ, 6 3 18, 1800 രൂപ നിങ്ങൾ അടയ്ക്കണം. അപ്പം 300 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, 300 കിലോവാട്ട് അവർ വൈദ്യുതി നിങ്ങൾ ഒരു എന്താണ് യൂസ് ചെയ്തെന്ന എത്ര, ഒരു മാസം നിങ്ങൾ ഇത്രയും വൈദ്യുതി യൂസ് ചെയ്യുന്നതെന്നാണ്. അതായത് 300 കിലോവാട്ട് അവർ, 300 കിലോവാട്ട് അവർ 3000 വാട്ട് അവർ. ഓക്കെ ആണല്ലോ? ഇത് മനസ്സിലായോ? സനയ്ക്ക് മനസ്സിലായോ? സന, ആരോണ്, മിഷേല് മനസ്സിലായോ? ഓക്കെ. അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ ഇത് പറയാൻ പോകുന്നത്. അപ്പോൾ 1 കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് ദി എനർജി സ്പെൻഡ് ബൈ എ സോഴ്സ് ഓഫ് പവർ 1 കിലോ വാട്ട് ഇൻ എന്താ 1 അവർ. ഒരു മണിക്കൂർ 1 കിലോ വാട്ട് അവർ വൈദ്യുതി അല്ലെങ്കിൽ 1 കിലോ വാട്ട് പവർ സ്പെൻഡ് ചെയ്യാൻ കഴിവുള്ള എന്താണ് ഒരു അപ്പാരറ്റസ് പ്രവർത്തിക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന എനർജി എന്ന് പറയുന്നത് 1 കിലോ വാട്ട് അവർ ആയിരിക്കും. ഓക്കെ ആണല്ലോ? എഴുതിക്കൂ, എഴുതിയോ? ഓക്കെ. ഇനി ജൂളിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 1 കിലോ വാട്ട് അവറിനെ ജൂളിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 1 കിലോ, എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചോ, 1 കിലോ വാട്ട് അവർ ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? 1 കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞാൽ നമുക്ക് 1000 വാട്ട് ഇൻറ്റു 1 അവർ എന്ന് എഴുതാം. ആണോ? ഇല്ലേ? 1000 വാട്ട് ഇൻറ്റു 1 അവർ എന്ന് പറയുമ്പോഴത്തേക്ക് 3600 സെക്കൻഡ് ആണ്. ആണോ? ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് 3600 ഇൻറ്റു 1000 ചെയ്യുമ്പോൾ 36000000 വാട്ട് സെക്കൻഡ് എന്ന് വരും. നമുക്കറിയാം പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം ആണ്. ആണോ? പവറിൻ്റെ യൂണിറ്റ് വാട്ട് ഇല്ലേ, വർക്കിൻ്റെ യൂണിറ്റ് ജൂള് ആണല്ലോ, ഡിവൈഡ് ബൈ ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്. ഇതിങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ വാട്ട് ഇൻറ്റു സെക്കൻഡ് ഈസ് ഈക്വൽ എന്തെന്ന് വരും? ജൂൾ എന്ന് വരും. അതായത് വാട്ട് സെക്കൻഡിന് നിങ്ങൾക്ക് എന്തെന്ന് എഴുതാം? ജൂൾ എന്ന് എഴുതാം. കണ്ടോ, ഇവിടെ വാട്ട് സെക്കൻഡ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിന് നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? 360000 ജൂൾ എന്ന് എഴുതാം. അതിനെ പോയിന്റിൽ എഴുതുന്ന സമയത്ത് 3.6 ഇൻറ്റു 10⁶ ജൂൾ എന്ന് എഴുതാം. അതായത് 1 കിലോ വാട്ട് അവർ എന്ന് പറയുന്നത് 3.6 ഇൻറ്റു 10⁶ ജൂൾ ആയിരിക്കും. ക്ലിയർ ആണോ? ഡൗട്ടുള്ളവർ ചോദിക്കണം. ഇനി അടുത്തത് ഇത് കിലോ വാട്ട് അല്ലേ, നമ്മൾ വാട്ട് അവർ എന്ന് എഴുതാം. വാട്ട് അവർ എന്ന് എഴുതാം. അതിനകത്ത് തന്നെ, അതായത് ഇതിനകത്ത് തന്നെ ഡോട്ട് ഒന്നും ഇടണ്ട കേട്ടോ. കാരണം ഓൾറെഡി നമ്മൾ ഡോട്ട് ഇട്ടിട്ട് കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് എനർജി എന്ന് എഴുതിയിട്ടുണ്ട്. അതിൽ വേണമെങ്കിൽ എ എന്ന് എഴുതാം. ഇത് എ എന്ന് എഴുതാം, എന്നിട്ട് ഇത് ബി എന്ന് കൊടുക്കും. വാട്ട് അവർ ബി എന്ന് കൊടുക്കും. എന്നിട്ട് അത് എഴുതേണ്ടത് എങ്ങനെ? അത് എഴുതേണ്ടത് 1 വാട്ട് അവർ, it is the energy spent by a source of power 1 watt in 1 hour. മറ്റേത് 1 കിലോ വാട്ട് ഇൻ 1 അവർ ആയിരുന്നു, ഇത് 1 വാട്ട് ഇൻ 1 അവർ. ഇനി വേണമെങ്കിൽ 1 വാട്ട് അവറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാം. വാട്ടിന്റെ W ക്യാപിറ്റലും H സ്മോളും ആണ്. ഈസിക്കൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? 1 വാട്ട് എന്ന് പറയുമ്പോൾ എത്ര? 1 വാട്ട് ഇൻറ്റു എന്താ? 1 അവർ ആണോ? 1 വാട്ടിനെ 1 എന്ന് കൊടുക്കാം. 1 വാട്ട് ഇൻറ്റു 1 അവറിനെ നമുക്ക് 3600 സെക്കൻഡ് എന്ന് കൊടുക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 3600 എന്തെന്ന് വരും? വാട്ട് സെക്കൻഡ് എന്ന് വരും ഇല്ലേ? ഈ വാട്ട് സെക്കൻഡ് എന്താണെന്ന് നേരത്തെ പറഞ്ഞത്? ജൂളാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തെന്ന് എഴുതാം? 3600 ജൂൾ എന്ന് എഴുതാം.
1 വാട്ട് അവർ ഈസിക്കൽ എന്താ, വാട്ടിൻ്റെ W ക്യാപിറ്റലാണ്, വാട്ട് അവർ ഈസിക്കൽ എന്താ 3600 ജൂൾ. 1 കിലോ വാട്ട് അവർ എന്താ 3.6 ഇൻറ്റു 10⁶ ജൂൾ. ഓക്കെ, ഓരോന്നും ഓരോ സ്ഥലത്താണ് യൂസ് ചെയ്യുന്നത് എനർജി. അതായത് ഇപ്പം നമ്മൾ ആദ്യം യൂസ് ചെയ്തത് സിമ്പിളായിട്ടുള്ള യൂണിറ്റ്സ് അല്ലേ യൂസ് ചെയ്തത്, ജൂളും എർഗും. അത് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചെയ്യുന്ന വർക്ക്, അതായത് ഞാനൊരു മേശ പൊക്കി, അല്ലെങ്കിൽ ഞാനത് തെള്ളി നീക്കി, അല്ലെങ്കിൽ ഒരു ഒരു JCB ഇത്ര വെയിറ്റ് ഉള്ള സാധനം പൊക്കുന്നതിന് ചെയ്യുന്ന വർക്ക്, അതെല്ലാം ജൂളിലാണ് പറയുന്നത്. കറണ്ടുമായിട്ട് ബന്ധപ്പെട്ട ഇലക്ട്രിക്കൽ എനർജി എല്ലാം പറയുന്നത് വാട്ട് അവറിലും കിലോ വാട്ട് അവറിലുമാണ്. എന്നാൽ ടെമ്പറേച്ചറുമായിട്ട് ബന്ധപ്പെട്ട അവിടെ ഹീറ്റ് എനർജി ഉണ്ടാകത്തില്ലേ, ആ ഹീറ്റ് എനർജിയെ പറ്റി പറയുന്ന യൂണിറ്റ് കാലറിയും കിലോ കാലറിയും ആയിരിക്കും. ഓക്കെ, ഇനിയും ഈ ആറ്റത്തിൻ്റെയും മോളിക്കൂളിൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഈ കെമിക്കൽ ബോണ്ടിൻ്റെ കാര്യം പറഞ്ഞപ്പം കെമിക്കൽ ബോണ്ടിനെ പൊട്ടിക്കുന്നത് എങ്ങനെയാണ്, കെമിക്കൽ ബോണ്ടിനെ പൊട്ടിക്കാൻ നമുക്കുള്ള എനർജി അയണൈസേഷൻ എനർജി കൊടുക്കണം. ശരി, കെമിക്കൽ ബോണ്ടല്ല, ഇലക്ട്രോണിനെ അവിടെ നിന്ന് എന്ത് ചെയ്യാൻ, ഇലക്ട്രോണിനെ ലൂസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അവിടുന്ന് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിലക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എനർജി കൊടുക്കണം. ആ എനർജി, അങ്ങനെയുള്ള എനർജി എല്ലാം നമ്മൾ ചെയ്യുന്നത് ഇലക്ട്രോൺ വോൾട്ടിലാണ്. അതായത് ഒരു ന്യൂക്ലിയസിൻ്റെ അകവുമായിട്ട് ബന്ധപ്പെട്ട എനർജിയുടെ കാൽക്കുലേഷൻ എപ്പോഴും ഇലക്ട്രോൺ വോൾട്ടിലായിരിക്കും. ഹീറ്റ് എനർജിയുമായിട്ട് ബന്ധപ്പെട്ട കാൽക്കുലേഷൻ എല്ലാം കലോറിയിലും കിലോ കലോറിയിലും ആയിരിക്കും. ഇലക്ട്രിക്കൽ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ കിലോ വാട്ട് അവർ ആയിരിക്കും. അതേപോലെ നോർമൽ വർക്കിൻ്റെ എല്ലാം ജൂളിലും എർഗിലും ആയിരിക്കും. ഓക്കെ ആണല്ലോ, ഇത് ഓർത്തോണം. അങ്ങനെ നമ്മൾ മൂന്നാമത്തെ യൂണിറ്റെ പറ്റി പറയാൻ പോകണം. ഒരു ഡോട്ട് ഇട്ട് എഴുതിക്കോ, കാലറി. കാലറി എന്നിട്ട് എഴുതാം, അതിന് താഴോട്ട് എഴുതാം, ഹീറ്റ് ഈസ് യൂഷ്വലി മെഷേർഡ് ഇൻ കാലറി. അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡ് നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ആവുന്ന എനർജി കാലറീസിലാണ് സ്റ്റോർ ആവുന്നത്. മനസ്സിലായോ? അതായത് അവിടെ ഉണ്ടാകുന്ന എനർജിയും കാലറിയിലാണ് ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ഇത്ര കാലറി എനർജിയാണ് ലോസ് ആയി പോകുന്നത്. അപ്പം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മുടെ ശരീരത്തിനകത്ത് എനർജി ലോസ് ആയി പോവുക. മനസ്സിലായോ? അപ്പോൾ അത് കാലറിയിലാണ്. അതിന് ശരീരത്തിനകത്തുനിന്ന് ലോസ് ചെയ്ത എനർജിയുടെ കാര്യവും പറയുന്നത് അത് ഇനി കാലറിയിലാണ്. ഇനി നമുക്ക് പറയാം വേണമെങ്കിൽ 1 കാലറി ഈസ് ദ ഹീറ്റ് എനർജി required in raising the temperature of 1 gram of water from 14.5 degrees Celsius to 15.5 degrees Celsius. or through bracket litter or through 1 degree Celsius. എന്നിട്ട് എഴുതാം 1 joule is equal to 0.24 calorie. തിരിച്ചു പറയുകയാണെങ്കിൽ 1 calorie is equal to 1 calorie ജൂളിൽ പറയുകയാണെങ്കിൽ 4.18 ജൂളാണ് ഒരു കാലറി. അപ്പം ഒന്നുമില്ല, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 1 കാലറി എന്ന് പറഞ്ഞാൽ എന്താ, 1 ഗ്രാം വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ വേണ്ടി അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് എനർജിനെയാണ് കാലോറി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അപ്പോൾ എന്തിനാണ് ഈ 14.5ഉം 15. അത് ടെക്നിക്കലി സ്പീക്കിംഗ് ആണ്. അതായത് ഞാനിപ്പോൾ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ 14.5 ഡിഗ്രി സെൽഷ്യസ് കൊണ്ട് വെച്ചു, അതിൻ്റെ ടെമ്പറേച്ചർ അതാണ്. അതിൽ നിന്ന് 15.5 ആക്കുമ്പോൾ എത്ര ഡിഗ്രി കൂടും, 1 ഡിഗ്രി. അപ്പോൾ അത് കൂടാൻ ആവശ്യമായിട്ട് എത്ര ഹീറ്റ് അബ്സോർബ് ചെയ്യണം. നിങ്ങൾ വെള്ളം ചൂടാക്കുന്നത് എങ്ങനെയാണ്, അടുപ്പിലോട്ട് കൊണ്ടുവെക്കും ദിവസം ഗ്യാസിൻ്റെ ചൂട് എന്ത് ചെയ്യും, ആ പാത്രം വലിച്ചെടുത്തിട്ട് പാത്രം എന്ത് ചെയ്യും, വെള്ളത്തിലോട്ട് സപ്ലൈ ചെയ്യും. അപ്പം വെള്ളം അത് അബ്സോർബ് ചെയ്യുന്നത്. അപ്പം നമ്മൾ തെർമോമീറ്റർ വെച്ചിങ്ങനെ നോക്കുക, അത് ഈ 14.5 to 15.5 ഒന്നും കൃത്യമായിട്ട് എഴുതണമെന്നില്ല. ത്രൂ 1 ഡിഗ്രി സെൽഷ്യസ് എന്ന് എഴുതിയാലും മതി, അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ.
അതായത് 1 ഗ്രാം വാട്ടർ എടുക്കുക, അതിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ വേണ്ടി എത്രത്തോളം ഹീറ്റിനെ അബ്സോർബ് ചെയ്യണോ അതാണ് 1 കാലറി. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണോ? ഓൺലൈൻ ഇരിക്കുന്നവർ ക്ലിയർ ആണോ? ഓക്കെ. ഇനി ഇതിന്റെ ബിഗർ യൂണിറ്റ് എന്ന് പറയുമ്പോൾ കിലോ കാലറിയാണ്. കിലോ കാലറി അതും കൂടെ വേണമെങ്കിൽ താഴെ എഴുതിക്കോ. 1 കിലോ കാലറി ഈസ് ഈക്വൽ ടു 1 കിലോ കാലറി ഈസ് ഈക്വൽ ടു ജൂളിൽ പറയാം. ജൂളിൽ പറയുമ്പോൾ 4180 ജൂളായിരിക്കും. സോറി, കാലറി കൂടെ 1 കിലോ കാലറി എന്ന് പറയുമ്പോൾ 1000 കാലറി ഇല്ലേ? 1000 കാലറി വിച്ച് വിൽ ബി ഈസ് ഈക്വൽ ടു എന്താണ്? 4180 ജൂൾ. ഇത് പഠിക്കണം കേട്ടോ, ഈ കൺവേർഷൻ ഒക്കെ പഠിക്കണം. നമുക്ക് അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കും ഒരു കലോറിമെട്രി എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ പഠിക്കാനുണ്ട്, അത് ഇച്ചിരി പാടാം. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് കൺവേർഷൻ ഒക്കെ ഓർത്ത് വെച്ചേക്കണം. അതേപോലെ തന്നെ നമ്മൾ കാലറി, കിലോ കാലറി എല്ലാം കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ 1 കിലോ കാലറി ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? സെയിം സാധനം തന്നെ ചെയ്താൽ അതെന്താ? 1 കിലോ കാലറി ഈസ് ദ ഹീറ്റ് എനർജി റിക്വയർഡ് ഇൻ റൈസിംഗ് ടെമ്പറേച്ചർ ഓഫ് 1 കിലോഗ്രാം ഓഫ് വാട്ടർ. 1 കിലോഗ്രാം ഓഫ് വാട്ടർ ഫ്രം 14.5 to 15.5 ഓർ ത്രൂ 1 ഡിഗ്രി സെൽഷ്യസ്. ഇത് 1 ഗ്രാമിൻ്റെ ആണെങ്കിൽ കിലോ കാലറി 1 കിലോഗ്രാമിൻ്റെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. അതാണ്, അത് തന്നെ എഴുതാനുള്ളതേ ഉള്ളൂ, എഴുതണമെന്നും നിർബന്ധമില്ല. ഓക്കെ. ഇനി അതിൻ്റെ താഴോട്ട് അടുത്ത ഡോട്ട് എഴുതേണ്ടത് ഇലക്ട്രോൺ വോൾട്ട് എന്നിട്ട് എഴുതുക. ഇലക്ട്രോൺ വോൾട്ട് ഒരു ഡോട്ട് ഇട്ട് ഇലക്ട്രോൺ വോൾട്ട്. ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ആറ്റോമിക് പാർട്ടിക്കിളുമായിട്ട് ബന്ധപ്പെട്ട എനർജീനെ പറ്റി പറയുന്നതാണ് ഇലക്ട്രോൺ വോൾട്ടിലായിരിക്കും പറയുന്നത്. അപ്പം അത് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ദ എനർജി ട്രാൻസ്ഫർ in case of atomic particles is very small. So they are measured in EV, ഇലക്ട്രോൺ വോൾട്ട്. ഇനിയും അതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. 1 EV എന്ന് പറയുമ്പോൾ ഈ ചെറുതും ഈ വലുതുമാണ്. 1 EV ഈസ് ദ എനർജി gained by an electron when it is accelerated through a potential difference of 1 volt. അതിൻ്റെ ഈ ഒരു യൂണിറ്റും കൂടെ എഴുതാം, നോക്കിക്കോളൂ. 1 ഇലക്ട്രോൺ വോൾട്ട് ഈസ് ഈക്വൽ ടു ചാർജ് ഓഫ് 1 ഇലക്ട്രോൺ ഇൻറ്റു 1 വോൾട്ട്. അതായത് ഒരു ഇലക്ട്രോണിനെ 1 വോൾട്ട് ആണ്. 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്തിട്ട് ആക്സിലറേറ്റ് ചെയ്യിക്കാൻ വേണ്ടി എന്തോരം എനർജി എന്ത് ചെയ്യുന്നുണ്ട്? അബ്സോർബ് ചെയ്യുന്നു. അതായത് ഇത് ഒരു ഇലക്ട്രോൺ, ഈ ഇലക്ട്രോൺ എത്ര എനർജി അബ്സോർബ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ എന്ത് ചെയ്യുന്നത്? ആക്സിലറേറ്റ് ചെയ്യാൻ. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഓർത്തോണം, നമുക്ക് പഠിക്കാനുണ്ട് കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ. ഇലക്ട്രോൺസ് മൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വർക്ക് ഡണ്ണിനെയാണ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ച് കറണ്ട് ഉണ്ടാവണമെങ്കിൽ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യണം. അപ്പോൾ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇലക്ട്രോൺസിനെ തള്ളണം. നിങ്ങൾ പഠിക്കണേ എന്ത് ചെയ്യണം? നിങ്ങളോട് പഠിക്കുക എന്ന് വീട്ടുകാരും സാറുമാരും പറയണം. ഓക്കെ, ആ പഠിക്കാൻ പറയുന്നതിനെയാണ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അത് 1 വോൾട്ട് ആണെങ്കിൽ അത് ഇലക്ട്രോണിന്റെ മണ്ടയ്ക്ക് കൊടുക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന എനർജി അല്ലെങ്കിൽ ആ ഇലക്ട്രോൺ അബ്സോർബ് ചെയ്യുന്ന എനർജിയാണ് 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത്.
അപ്പം ചാർജ് ഓഫ് 1 ഇലക്ട്രോൺ 1.6 ഇൻറ്റു 10⁻⁻19 കൂളംബാണ് ഇൻറ്റു 1 വോൾട്ട് എന്ന് പറയും. അപ്പോൾ അതിനെ നമുക്ക് സിമ്പിളായിട്ട് 1.6 ഇൻറ്റു 10⁻⁻19 ഇത് കൂളംബാണ്. ഇതിന് വേണമെങ്കിൽ നിങ്ങൾ കൂളംബ് എന്ന് തന്നെ എഴുതി പഠിച്ചു, അല്ലെങ്കിൽ താഴോട്ട് എഴുതിയാലും മതി. 1 കൂളംബ് ഇൻറ്റു 1 വോൾട്ട് ഇങ്ങനെയാണ്, ഇൻറ്റു 1 വോൾട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ എഴുതാം. ഇതിന് നമുക്ക് സിംപ്ലി 1.6 ഇൻറ്റു 10⁻⁻19 ജൂൾ എന്ന് എഴുതിയാൽ മതി. നിങ്ങൾ ഒറ്റ മാത്രം പഠിച്ചാൽ മതി. എന്ത് പഠിച്ചാൽ മതി എന്നറിയാം, ഇതൊന്നും പഠിക്കേണ്ടതില്ല, ഇത് മാത്രം പഠിച്ചാൽ മതി. 1 ഇലക്ട്രോൺ വോൾട്ട് 1.6 ഇൻറ്റു 10⁻⁻19 ജൂളാന്ന് മാത്രം പഠിച്ചാൽ മതി. അതെങ്ങനെ വന്നതെന്ന് എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. ഇതെല്ലാം അതൊന്നും പഠിക്കണം, ഇത് മാത്രം പഠിച്ചാൽ മതി. ഇക്വേഷൻ മാത്രം, ഒള്ളി ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. ഇനി നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് എനർജിയും പവറും തമ്മിലുള്ള ഡിഫറൻസ് കിടപ്പുണ്ട്, അതും കൂടെ നിങ്ങൾ എഴുതുക. ഡിഫറൻസ് ബിറ്റ്വീൻ എനർജി ആൻഡ് പവർ. ഡിഫറൻസ് ബിറ്റ്വീൻ എനർജി ആൻഡ് പവർ അതും നിങ്ങൾ കൊടുക്കുക. അത് എന്താണെന്ന് വെച്ചാൽ എനർജി എന്ന് പറയുമ്പോൾ കപ്പാസിറ്റി ടു ഡു വർക്കാണ്. പവർ എന്ന് പറയുമ്പോഴത്തേക്കും എന്താ, റേറ്റ് ഓഫ് ഡൂയിങ് വർക്കാണ്. എനർജി ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല, വർക്ക് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യും. വർക്കല്ല പവർ. അതേപോലെ തന്നെ SI യൂണിറ്റ് ഓഫ് എനർജി എന്ന് പറയുന്നത് ജൂളാണ്, SI യൂണിറ്റ് ഓഫ് പവർ എന്ന് പറയുന്നത് വാട്ടാണ്. അത് മൂന്നും നിങ്ങൾ എഴുതിയിട്ടേക്കുക. ഇതുപോലെ തന്നെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനെ പോലെ ഒരു 5-6 ലൈൻ വിട്ടിട്ട് അങ്ങോട്ടേക്ക് എഴുതുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. അടുത്ത ഹെഡിങ് എഴുതാം. നമുക്ക് ഒരു ക്ലാസ് കൂടെ വേണ്ടി വരും കേട്ടോ ഈ ചാപ്റ്റർ തീർക്കാൻ. ഒറ്റ ക്ലാസ് കൂടെ മതി ഈ ചാപ്റ്റർ തീർക്കാൻ. അടുത്ത ഹെഡിങ് എഴുതിക്കോ. എഴുതിയോ? മിഷേലിനൊക്കെ ഇത്തരം കാര്യങ്ങൾ മനസ്സിലായോ? മിഷേൽ, അതേപോലെ തന്നെ ആരോണ്, അതേപോലെ തന്നെ സന. മനസ്സിലായി. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത ഹെഡിങ് എഴുതാം. ഡിഫറെന്റ് ഫോംസ് ഓഫ് എനർജി. Different forms of energy. ഡിഫറെന്റ് ഫോംസ് ഓഫ് എനർജിയിൽ ഒന്നാമത്തേത് അതായത് ഈ എനർജിയെ പൊതുവെ നമ്മൾ വിളിക്കുന്നത് മെക്കാനിക്കൽ എനർജി എന്നാണ്. അതായത് ഏത് എനർജിയെ നമ്മൾ വിളിക്കുന്നത് എന്താ, മെക്കാനിക്കൽ എനർജിയാണ്. മെക്കാനിക്കൽ എനർജി നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവുക. എന്താണ്, ഒന്ന് കൈനറ്റിക് എനർജി, ഒന്ന് പൊട്ടൻഷ്യൽ ആണ്. അപ്പം എല്ലാ എനർജികളെയും ജനറലി വിളിക്കുന്നത് മെക്കാനിക്കൽ എനർജി എന്നാണ്. അപ്പം അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത് മെക്കാനിക്കൽ എനർജി ആൻഡ് ഇറ്റ്സ് ഡിഫറെന്റ് ഫോം എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പം അത് വേണമെങ്കിൽ എഴുതാം, നോക്കിക്കോളൂ. ദ എനർജി, ഒരു ഡോട്ട് ഇട്ട് എഴുതിക്കോ. ദി എനർജി possessed by a body due to its state of rest or of motion is called mechanical energy. Mechanical energy. അതായത് റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡിയുടെയോ മോഷനിലിരിക്കുന്ന ബോഡിയുടെയോ എനർജിയെ ജനറലി പറയുന്നത് എന്താ, മെക്കാനിക്കൽ എനർജി. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ഇറ്റ് എക്സിസ്റ്റ് ഇൻ 2 ഫോംസ്. ഇറ്റ് എക്സിസ്റ്റ് ഇൻ 2 ഫോംസ്. അതിൽ ഒരു എ എന്ന് എഴുതിയിട്ട് പൊട്ടൻഷ്യൽ എനർജി, ബി എന്ന് എഴുതിയിട്ട് കൈനറ്റിക് എനർജി. എന്നിട്ട് ഒരു ഡോട്ട് ഇട്ട് എഴുതാം. The total mechanical energy of a body, total mechanical energy of a body is the sum of its ഞാൻ പി എന്നങ്ങ് എഴുതുകയാണ് പൊട്ടൻഷ്യൽ എനർജിക്ക്. നിങ്ങൾ അങ്ങനെ എഴുതരുത്, പൊട്ടൻഷ്യൽ എനർജി എന്ന് തന്നെ എഴുതാം. അതിൻ്റെ കൈനറ്റിക് എനർജിക്ക് കെ എന്ന് എഴുതാം.
അങ്ങോട്ട് വരുമ്പോൾ നമുക്ക് കെ എന്നൊക്കെ കൊടുക്കാം. പൊട്ടൻഷ്യൽ എനർജിയുടെ ശരിക്കുള്ള സിമ്പിൾ യു ആ. ഓക്കെ, കൈനറ്റിക് എനർജിയുടെ കെ. എന്നിട്ട് എഴുതാം എന്താണ് ടോട്ടൽ എനർജി ടി ഇ ഈസിക്കൽ എന്താ കൈനറ്റിക് പൊട്ടൻഷ്യൽ എനർജി യു ആണ്, കൈനറ്റിക് എനർജി കെ ആണ്. ഇങ്ങനെ എഴുതാം. അടുത്ത ഹെഡിങ് എഴുതാം. അടുത്ത ഹെഡിങ് ആണ് അടുത്ത ഹെഡിങ് ആണ് അടുത്ത ഹെഡിങ് പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി ബ്രാക്കറ്റിൽ ക്യാപിറ്റൽ യു എന്ന് കൊടുക്കാം, ക്യാപിറ്റൽ യു. എന്നിട്ട് എഴുതേണ്ടത് ദ എനർജി possessed by a body at rest due to its position and shape is called പൊട്ടൻഷ്യൽ എനർജി. പി ഇ എന്ന് എഴുതുകയാണ്. അതായത് എനർജി പൊസസ്ഡ് ബൈ എ ബോഡി അറ്റ് റെസ്റ്റ് ഡ്യൂ ടു ഇറ്റ്സ് പൊസിഷൻ ആൻഡ് ഷേപ്പ്. ഒരു പൊസിഷനിലിരിക്കുന്ന ഞാൻ പഠിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് എക്സ്ട്രാത്ത ഡെഫിനിഷൻ ആണ്, നിങ്ങൾ അതായിരിക്കുമല്ലോ പഠിക്കുന്നത്. അപ്പോൾ ഞാൻ എഴുതുന്ന ഡെഫിനിഷൻ ഇങ്ങനെ എഴുതുള്ളൂ. എനർജി പൊസസ്ഡ് ബൈ എ ബോഡി ഡ്യൂ ടു ഇറ്റ്സ് പൊസിഷൻ. ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് ആ ഒബ്ജക്റ്റിന് ഉണ്ടാകുന്ന എനർജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ. അതൊരു ഇപ്പം നിങ്ങളുടെ എന്താണ് ലാപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണ് നിങ്ങളുടെ ഫ്രണ്ടിലായിരിക്കുന്നത്, റെസ്റ്റിലായിരിക്കുന്നത്, അത് ഭൂമിയിൽ ഇത്ര ഹൈറ്റിലായിരിക്കുന്നത്, അതിനൊരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. നിങ്ങളുടെ മണ്ടയ്ക്ക് ഫാനിന് എന്തുണ്ട്? ഫാൻ മൂവ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, ഫാൻ റെസ്റ്റിലാണെങ്കിൽ, ഫാന് ഭൂമിയിൽ നിന്ന് ഇത്ര ഹൈറ്റിലാണ് നിൽക്കുന്നത്, അതിനൊരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട് ഇല്ലേ? അങ്ങനെ ഓരോ ഒബ്ജക്റ്റിനും എന്തുണ്ടാവും? റെസ്റ്റിലിരിക്കുന്ന എല്ലാ ഒബ്ജക്റ്റിനും എന്തുണ്ട്? പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ഇവിടെ ഒരു കാര്യമുണ്ട്, പൊട്ടൻഷ്യൽ എനർജി രണ്ട് ടൈപ്പ് ഉണ്ട്. ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഞാൻ ഒരു റബ്ബർ ബാൻഡ് ഇങ്ങനെ വലിച്ചു പിടിച്ചിരിക്കുക, വിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒറ്റ അടിയാണ് നമ്മുടെ കൈക്ക് വേദന എടുക്കും ഇല്ലേ? അപ്പോൾ ആ വലിച്ചു വെക്കുമ്പോൾ കേട്ടോ, വലിച്ച് ഞാനിങ്ങനെ റെസ്റ്റിലാണ് വെച്ചിരിക്കുന്നത്. അപ്പം റെസ്റ്റിലല്ലേ ഇരിക്കുന്നത്, അവിടെ പൊട്ടൻഷ്യൽ എനർജിയാണ്. പക്ഷേ അത് ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജിയാണ്. അത് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ കിട്ടും. അതുപോലെ സ്പ്രിങ്ങും അതുപോലെ തന്നെ. സ്പ്രിങ്ങിൻ്റെ ഒരറ്റം ഞാൻ ഈ ഭിത്തിയെ ഫിക്സ് ചെയ്ത് വെച്ചു, ഈ അറ്റത്ത് ഒരു മാസ് ഉണ്ട്. ഇതിനെ ഞാൻ ഇങ്ങനെ വലിക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇതിങ്ങനെ വരും ഇല്ലേ? ഇങ്ങനെ വരും, വലിയും ആണല്ലോ. ഇങ്ങനെ വലിഞ്ഞു നിൽക്കുമ്പോൾ ഇതിനെന്തുണ്ട്? വലിഞ്ഞു നിൽക്കുമ്പോൾ ഇതിന് എനർജി കൂടുതലാണ്. എന്ത് എനർജി? ഇത് റെസ്റ്റിലായിരിക്കുന്നത്, വലിച്ചു പിടിച്ചേക്കുവാ ഞാൻ. അപ്പോൾ എന്താ? പൊസിഷനില്ല, റെസ്റ്റില്ല, അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി കൂടുതല. അത് മനസ്സിലാണെങ്കിൽ എന്ത് ചെയ്യണം? ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ഒരു ഒറ്റ പോക്കം കൊണ്ട് പോകും ഇല്ലേ? അതേപോലെ അമ്പും വില്ലും ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജിയാണ്. അമ്പ് ഞാൻ എന്ത് ചെയ്യാം? വില്ലയിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ വലിച്ചങ്ങോട്ട് എത്രയും വലിക്കാമോ അത്രയും വലിക്കും ഇല്ലേ? അത് എന്തിനാ എത്രയും വലിക്കുന്നത്? ഇത്രയും വലിച്ചുള്ളെങ്കിൽ അതിനനുസരിച്ച് ദൂരെ പോകത്തുള്ളൂ. നല്ലതായിട്ട് വലിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഞാൻ പൊട്ടൻഷ്യൽ എനർജി ഇങ്ങനെ വലിച്ചു വെക്കുമ്പോൾ പൊസിഷനില്ല, റെസ്റ്റില്ല, ഭയങ്കര ഇത് കൂടുതല. അപ്പോൾ വലിച്ചിങ്ങനെ വിട്ട് കഴിഞ്ഞാൽ നല്ല ദൂരം പോകും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള, അതായത് വലിഞ്ഞുണ്ടാകുന്ന എനർജികൾക്കൊക്കെ നമ്മൾ എന്തെന്നാ പറയുക? ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയും. ഓക്കെ. നേരെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഒരു ബിൽഡിങ്ങിനെ മണ്ടക്കി നിൽക്കുമ്പോൾ ഞാൻ പൊസിഷനിലാണ് നിൽക്കുന്നത്, റെസ്റ്റില്ല. അപ്പം ആ സമയത്ത് എനിക്കുണ്ടാകുന്നത് ഗ്രാവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പൊട്ടൻഷ്യൽ എനർജിയാണ്, വെർട്ടിക്കലാണ്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. അതായത് ഒരു ഫോൺ നിങ്ങളുടെ ടേബിളിന് മണ്ടക്കി ഇരിക്കുന്നു, അത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സാമ്പിളാണ്. അല്ലെങ്കിൽ ഒരു ബുക്ക് നിങ്ങളുടെ ടേബിളിന് മണ്ടക്കി ഇരിക്കുന്നു, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. നമ്മളൊരു ടേബിളിന് മണ്ടക്കി ഇരിക്കുന്നു, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. അതായത് ഈ ഭൂമിയിലുള്ള എല്ലാ ഒബ്ജക്റ്റും ഭൂമിയുടെ മണ്ടക്കി ഇങ്ങനെ നിൽക്കുന്ന ഒരു പെർട്ടിക്കുലർ, ഇതെല്ലാം ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയാണ്. നേരെ മറിച്ച് ഇങ്ങനെ വലിക്കുക, അതായത് ഇലാസ്റ്റിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജിക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ചുറ്റിക കൊണ്ട് ആണിയുടെ മണ്ടക്കി അടിക്കുക. എന്താണെന്നറിയോ അവിടെ? അപ്പോൾ ഇങ്ങനെ വലിക്കുമ്പോൾ എത്ര ഹൈറ്റ് കൂട്ടാമോ അത്ര ഹൈറ്റ് കൂട്ടിയിട്ട് അടിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ ഉണ്ടാകുന്ന എനർജി വളരെ കൂടുതലായിരിക്കും. അപ്പം ഹൈറ്റ് കൂടുക എന്ന് പറഞ്ഞാൽ എന്തോ കൂടുന്നത്? ഹൈറ്റ് കൂടുമ്പോൾ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജിയാണ് കൂടുന്നത്.
ഇത്ര ഹൈറ്റിൽ നിന്നാണ് നിങ്ങൾ അടിക്കുന്നതെങ്കിൽ ഇത്ര ഹൈറ്റിൽ നിന്നാണ് അടിക്കുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള എനർജി ഇവിടെ ഉണ്ടാകത്തുള്ളൂ. കുറച്ചുകൂടെ ഹൈറ്റ് കൂടുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി കൂടും, അപ്പോൾ കൂടുതൽ എനർജി ഉണ്ടാവും. മനസ്സിലായോ? ക്ലിയർ ആണല്ലോ? ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇനി ഇത് എഴുതിയിട്ട് അതിൻ്റെ താഴോട്ട് എഴുതേണ്ടത് ഫോംസ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി. ഫോംസ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി. ഫോംസ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി ഒന്നൊന്ന് എഴുതിയിട്ട് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഞാൻ PE എന്നാണ് എഴുതുന്നത്, അത് നിങ്ങൾ കൃത്യമായിട്ട് എഴുതണം കേട്ടോ. എന്നിട്ട് എഴുതേണ്ടത് ദ പൊട്ടൻഷ്യൽ എനർജി possessed by a body due to the force of attraction of earth on it. Force of attraction of earth on it. Force of attraction of earth on it. ശരിയല്ലേ? അതായത് ഒരു ബുക്ക് ഒരു ടേബിളിനെ മണ്ടക്കി ഇരിക്കുന്ന സമയത്ത് ആ ടേബിൾ ഇല്ലാന്നുണ്ടെങ്കിൽ ബുക്ക് താഴോട്ട് പോകും. അപ്പം ഇത്ര ഹൈറ്റ് നിൽക്കുമ്പോൾ അതിന് എന്തുണ്ട്? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. മനസ്സിലായി? അതാ പറയുന്നത് ഭൂമിന്റെ അട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന എനർജിനാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. അപ്പൊ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എപ്പോഴാണ് കൂടുതൽ വരുന്നുണ്ടാകുക? ഹൈറ്റ് കൂടുമ്പോൾ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി കൂടുതലായിരിക്കും. പക്ഷെ അതൊരു പർട്ടിക്കുലർ രീതി വരെ ഉള്ളൂ. പിന്നീടോ ഒരു പർട്ടിക്കുലർ ഹൈറ്റ് വരെ ഉള്ളൂ, പിന്നീട് ഗ്രാവിറ്റി ഇല്ല. മനസ്സിലായോ? പിന്നീട് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇൻഫിനിറ്റിയിൽ ശ്രദ്ധിച്ചോണം. ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത് എർത്താണ്. എർത്തിന്റെ ഒരു ഈ റേഞ്ച് വരെയൊക്കെ കാണത്തുള്ളൂ ഗ്രാവിറ്റി. ഓക്കെ, അപ്പൊ ഈ റേഞ്ച് വരെ നമുക്ക് എന്തെന്ന് പറയാം? ഈ റേഞ്ച് വരെ ഹൈറ്റ് കൂടുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി കൂടുമെന്ന് പറയാം. പക്ഷെ ഈ റേഞ്ച് പോയാലോ? ഈ റേഞ്ച് പോകുന്നത് ഈ ഒരു പോയിന്റ് എടുത്തിട്ട് അതിനെ ഇൻഫിനിറ്റി എന്ന് എടുക്കാമല്ലോ. ഇതിൽ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിരിക്കും, മിനിമം ആയിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, അത് എപ്പോഴും ശ്രദ്ധിച്ചോണം. ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ബോഡി ഈസ് 0 വെൻ ഇറ്റ് ഈസ് അറ്റ് ഇൻഫിനിറ്റി. ബിക്കോസ് എന്താണ്? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓഫ് എർത്ത് ഓൺ ദി ബോഡി അറ്റ് ദാറ്റ് പോയിന്റ് ഈസ് എന്താണ്? 0 ആണ്. ശരിയല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇത് കൺഫ്യൂഷൻ ആകുന്നൊരു സാധനമാണ്. ഗ്രാവിറ്റി ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. അവിടെ ആ ഡിസ്റ്റൻസിനകത്ത് എന്ത് ചെയ്യും? ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി കൂടും. പക്ഷെ നമ്മൾ ഇൻഫിനിറ്റിയിൽ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിലോ ഈ പോയിന്റിൽ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. കാരണം എന്താ? ഇവിടെ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി എർത്ത് അതിനെ അട്രാക്ട് ചെയ്യുന്നില്ല, ഗ്രാവിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി എന്താ? 0 ആണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതിനകത്ത് കയറിയാലേ മറ്റേത് ആപ്ലിക്കബിൾ ആകത്തുള്ളൂ. ഇതിന് പുറത്ത് നിൽക്കുമ്പോഴത്തേക്കും എന്താ? 0. പരീക്ഷയ്ക്ക് അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും ആപ്ലിക്കേഷൻ ലെവലിൽ. എല്ലാവരും ശ്രദ്ധിച്ചോണം. ഓക്കെ, എല്ലാവർക്കും അത് അറിയത്തില്ല എന്ന് എനിക്കറിയാം. നിങ്ങൾ അങ്ങനെയല്ല മനസ്സിലാക്കി വെച്ചെന്ന് എനിക്കറിയാം. ആണോ അമിഷയിലെ? ഇങ്ങനെയാണോ മനസ്സിലാക്കി വെച്ചേ? അല്ല. അപ്പൊ അത് എപ്പോഴും ഓർത്തോണം. അവിടെ എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് അത് നമുക്ക് ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതാം. നോക്കിക്കോളൂ, ഡോട്ട് ഇട്ട് എഴുതാം. ദ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ബോഡി ഈസ് 0. when it is at infinity. അപ്പൊ നിങ്ങൾ അപ്പം ചിന്തിക്കല്ലേ, ഇൻഫിനിറ്റി വരുമ്പോൾ ഹൈറ്റ് കൂടുതലല്ലേ, ഹൈറ്റ് കൂടുമ്പോൾ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി കൂടേണ്ടതല്ലേ? അങ്ങനെ നിങ്ങൾ ചിന്തിക്കല്ലേ. ഇൻഫിനിറ്റിയിൽ നമ്മൾ ഗ്രാവിറ്റി ഇല്ല, പിന്നെ അവിടെ ഹൈറ്റ് കൂടിയാലും കൂടിയില്ലെങ്കിലും ഇതിനെ സംബന്ധിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പം ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി ഈസ് 0 when it is at infinity because the force of attraction of earth on the body is 0.
ഇനി അത് വേണ്ട നിങ്ങൾ വേണമെങ്കിൽ ഒരു പടം വരയ്ക്കുക. ഇത് എന്താണ്? ഇത് എർത്താണ്. ഇത് എർത്താണ്. ഇതിൻ്റെ വെളിയിൽ ഒരു സർക്കിൾ ഇട്ടേക്കുക. എന്നിട്ട് ഇത് ഗ്രാവിറ്റി റീജിയൻ എന്ന് വേണമെങ്കിൽ പരീക്ഷയ്ക്കൊന്നും ഇതൊന്നും ചെയ്യേണ്ട കേട്ടോ. പിന്നെ ഇത് ഈ ഒരു പോയിന്റ്, ഇത് ഇൻഫിനിറ്റി ഔട്ട്സൈഡ് ഗ്രാവിറ്റി റീജിയൻ. ഒരു ഡോട്ടിട്ട് ഒരു കാര്യം കൂടെ എഴുതുക. അതും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സാധനമാണ്. എഴുതുക. The gravitational potential energy of a body at a point is equal to the work done by the force of attraction of earth in bringing that body from infinity to that point. എന്താണ് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. തൽക്കാലം അത് എഴുതിയെടുത്തു. എന്നിട്ട് ഒരു ലൈൻ വിട്ട് എഴുതുക. സിൻസ് work done by the force of gravity itself so at a finite distance from earth gravitational potential energy is negative. അത് ഞാൻ ഒരു പടം വരച്ചു തരാം. ഇവിടെ ഒരു പടം വരയ്ക്കുക. അതായത് ഇത് എർത്ത്, ഇത് ഗ്രാവിറ്റി റീജിയൻ. അതായത് ബ്രാക്കറ്റിൽ ഫൈനൈറ്റ് ഡിസ്റ്റൻസ് എന്ന് എഴുതിയാൽ ഇവിടെയാണ് ഫൈനൈറ്റ് ഡിസ്റ്റൻസ് അല്ലേ. മറ്റേത് ഇൻഫൈനൈറ്റ് ആണ്. ഇത് ഫൈനൈറ്റ് ഡിസ്റ്റൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും എന്ന് പറയുന്നത്? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. അതെന്തുകൊണ്ടാണെന്ന് പറയുന്നത് നെഗറ്റീവ് ആവുന്നത്? ഇവിടെ എന്താ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി എന്താ? 0 ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത്, ഈ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് എന്താണെന്നറിയോ? ഇവിടുത്തെ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി 0 ഇവിടുത്തെ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി കൂടുതലാണ്. അപ്പം ഇത് മൈനസ് ഇതാ ചെയ്യുന്നത്, ഇത് മൈനസ് ഇവിടത്തെ ചെയ്യുന്നത്. അപ്പം നമുക്കൊരു നെഗറ്റീവ് വാല്യൂ കിട്ടത്തുള്ളൂ. അതാണ് അതിൻ്റെ കാരണം. അതൊന്നും തൽക്കാലം ഓർക്കണ്ട, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ ഫൈനൈറ്റ് ഡിസ്റ്റൻസിൽ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ നെഗറ്റീവും ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസിൽ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? 0 പോസിറ്റീവ് അല്ല 0 എന്ന് ഓർത്താൽ മതി. ഓക്കെ, കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറയാം. ഇന്നിങ്ങനെ നിർത്താം.